കുടുംബകലഹം. അമ്മ, ഈ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ ചേരില്ല എന്ന് പറയും. പക്ഷേ ജ്യോതിഷത്തിനും അപ്പുറം, ചില ജ്യോതിഷികൾക്കും അപ്പുറം ചില നക്ഷത്രങ്ങൾ ചേർച്ചയിൽ വരാറുണ്ട്. അതായത് ജ്യോതിഷൻ പറയുന്നു ഈ 2 നക്ഷത്രവും ചേരില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊരുത്തം നോക്കിയതിന് ശേഷം എടുക്കുന്നില്ല. പക്ഷേ അറിയാതെ വന്നുവിട്ട്, അതായത് സ്നേഹബന്ധങ്ങൾ കൊണ്ട് കല്യാണം കഴിഞ്ഞവർ പോലും ഒന്നിച്ച് സന്തോഷമായി ജീവിച്ചു പോകുന്നു. പക്ഷേ സന്തോഷമായി ജീവിച്ചു പോകുന്നവർക്കിടയിലും ഒരുപാട് അടിപിടികൾ വരുന്നുണ്ട്. കുടുംബകലഹം, എസ്പെഷ്യലി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ടാണ്. അതിന് എന്താണ് ഒരു വഴി ജ്യോതിഷപ്രകാരം? ഒന്ന് പറയാമോ? പറയാലോ. നമസ്കാരം. നമസ്കാരം. ഒന്നാമത് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ നിന്ന് സ്ത്രീകൾ വാതിൽ മറകളിൽ ഒളിച്ചിരുന്ന കാലങ്ങളാണ്. അതെ. ഇപ്പോൾ എല്ലാവരും രംഗത്തുണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവരും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഈഗോ ക്ലാഷാണ് ഏറ്റവും വലിയ പ്രധാനം. ശരിയാണ്. ആരും ആരെയും അംഗീകരിക്കുന്നില്ല, അതാണ് സംഭവം. അപ്പോൾ ഒരാൾ തന്നാൽ മതി, പ്രശ്നം തീർന്നു. 2 കൈ അടിച്ചാൽ ഒച്ചയ്ക്കുള്ളൂ, 1 കൈ അടിക്കാതെ പ്രശ്നം തീർന്നില്ലേ? പക്ഷെ അങ്ങനെ കുറച്ച് ചിന്തിച്ചാൽ അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഹിനി മന്ത്രം എന്ന് പറയുന്ന മന്ത്രമുണ്ട്. ഓം ഹ്രീം മോഹിനി മോഹിനി ഓം ഹ്രീം മോഹിനി മോഹിനി സ്തംഭോ മോഹിനി മമ പതി മമോശം ആകർഷ്യം സ്വാഹ. ഇത് ചൊല്ലി മനസ്സിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് 10 പ്രാവശ്യം ചൊല്ലിച്ചാൽ നമുക്ക് ക്ഷമയല്ലേ? പണ്ട് ടീച്ചർമാർ പറയും 10 മുതൽ 1 വരെ കീഴ്പോട്ട് എണ്ണൂറ് ക്ഷമ വരുന്നത്. പക്ഷെ അതൊന്നും ആരും തയ്യാറല്ല. പക്ഷേ ഇത് ചെല്ലാൻ പറഞ്ഞ് ചൊല്ലിക്കൊള്ളും. അപ്പോൾ ഈ മോഹിനി മന്ത്രം 3 പ്രാവശ്യം ചെല്ലുന്ന പറഞ്ഞപ്പോൾ ഈ ഒരാൾ ഒച്ചെടുക്കും, മറ്റേ ആൾ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ കലഹം തീർന്നു. പിന്നെ വശ്യത വരാനായിട്ട് കാര്യങ്ങൾ, ചില നക്ഷത്രങ്ങൾ ചേരാത്തതുണ്ടാവും. പ്രേമിച്ച് കല്യാണം കഴിക്കും, താലി കെട്ടി കഴിയുമ്പോൾ സ്വഭാവം മാറും. അങ്ങനെയുണ്ട്. രഞ്ജു നക്ഷത്രം, വേദ നക്ഷത്രം, അശ്വതി നക്ഷത്രത്തിലുള്ള ആൾ തൃക്കേട്ട നക്ഷത്രത്തിന് ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല, വേദ നക്ഷത്രം എന്ന് പറയും. അതുപോലെ ഭരണി നക്ഷത്രത്തിന് ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല, അനിഴ നക്ഷത്രത്തിന്. അതുപോലെ കാർത്തികയ്ക്ക് വിശാഖം, രോഹിണിക്ക് ചോതി, മകീരത്തിന് അവിട്ടോ ചിത്തിരി, തിരുവാതിരയ്ക്ക് തിരുവോണം, പുണർദ നക്ഷത്രത്തിന് ഉത്രാടം, പൂയൻ നക്ഷത്രത്തിന് പൂരാടം, ആയില്യ നക്ഷത്രത്തിന് മൂലം, മകൻ നക്ഷത്രത്തിന് രേവതി, പൂരം നക്ഷത്രം പറഞ്ഞു നേരത്തെ. അപ്പോൾ ഇങ്ങനെ ഓരോ നക്ഷത്രത്തിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോതി വിശാഖ അനിഴം, പൂരുവിട്ടാ നക്ഷത്രത്തിന് ഉത്രട്ടാ നക്ഷത്രത്തിന് പൂരം. ഇങ്ങനെ നക്ഷത്രങ്ങൾ തമ്മിൽ വേദമുണ്ട്. ഈ വേദമുള്ള നക്ഷത്രത്തിൽ തമ്മിൽ വിവാഹം കഴിച്ചുകൂടാ. പ്രേമിച്ചൊക്കെ കഴിക്കുമ്പോൾ അത് നോക്കൂല. അപ്പോൾ സ്നേഹത്തെയൊക്കെ കഴിക്കും. കല്യാണം കഴിയുമ്പോഴാണ് കഥ അറിയുന്നത്. പിന്നെ മധ്യമരഞ്ജു നക്ഷത്രങ്ങളുണ്ട്. മധ്യമരഞ്ജു ഭരണിപൂരം പൂരാടം, കാർത്തിക ഉത്രം ഭരണിപൂരം പൂരാടം, പിന്നെ മകീരം ചിത്രാവിട്ടം, പൂയമനിടം ഉത്രട്ടാതി, ഈ വക നക്ഷത്രങ്ങളും പരസ്പരം കല്യാണം കഴിച്ചുവിടാം. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നു. പ്രേമിക്കുമ്പോൾ നക്ഷത്രം അറിയില്ലല്ലോ, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് നോക്കാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കലഹം വരും. കലഹം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഈ മോഹിനി മന്ത്രം പറഞ്ഞു കൊടുക്കും. പിന്നെ വേറെ മാർഗ്ഗങ്ങളുണ്ട്. ഈ വെള്ളത്തിൽ തേനൊഴിച്ച് വയ്ക്കുക. സ്പടിക ഗ്ലാസ്സിൽ വെള്ളത്തിൽ തേനൊഴിച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കണം. 24 hours കഴിയുമ്പോൾ അത് കുടിക്കുക. ഭർത്താവ് കുടിക്കും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുടിക്കുക. ഓം നമോ നാരായണായ പറഞ്ഞിട്ട് കുടിക്കുക. അപ്പോൾ ഈ ആൾക്ക് നമ്മളോട് വിദ്വേഷം മാറും. അതൊരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. വെള്ളത്തിൽ തേനൊഴിച്ച് വയ്ക്കും, നല്ല സ്പടിക ഗ്ലാസ്സിൽ. എന്നിട്ട് അത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് വല്ല കൊതുകൊക്കെ വീട് മോശമല്ലേ. എന്നിട്ട് അത് 24 hours കഴിയുമ്പോൾ നമ്മൾ കുടിക്കുക. ഒന്നുകിൽ ഭർത്താവ് കുടിക്കും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കുടിക്കുക. ആ കുടിച്ച് കഴിയുമ്പോൾ ആ കലഹത്തിന് തീഷ്ണത കുറയും. അങ്ങനെ ഒരു ആഴ്ച കഴിക്കുക. പിന്നെ അതുപോലെ ഉപ്പ് വയ്ക്കുക. പിന്നെ നമ്മൾ ഉപ്പ് വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മുടെ പേരെഴുതുക, ഭർത്താവിൻ്റെ ഭാര്യയുടെ പേരെഴുതുക ഉപ്പ് വെള്ളത്തിൽ ഇത് അതിലേക്ക് ഇടുക. അതായത് എൻ്റെ ഭർത്താവിന് എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ട്, അത് റേറ്റ് ചെയ്യണം. എൻ്റെ ഭർത്താവിന് എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ട്, ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്ന എഴുതിയിട്ട് ഈ പേപ്പറിൽ എഴുതി വെള്ള പേപ്പറിൽ എഴുതി പച്ച മഷിയും കൊണ്ട് എഴുതി. പച്ചയാണ് എനിക്ക് വേണ്ടത്, പ്രകൃതി പച്ചയല്ലേ, അതാണ് കാരണം. ഇട്ടിട്ട് നമ്മൾ ഒരു കുറച്ച് നേരം ഒരു പിറ്റേ ദിവസം എടുത്ത് ആ പേപ്പർ മാത്രം എടുത്ത് വയ്ക്കാം. പിറ്റേ ദിവസം വേണ്ട, 2 മണിക്കൂർ കഴിയുമ്പോൾ കുതിർന്നിട്ടുണ്ടാവും. എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ആ പേപ്പർ മാത്രം. ഈ വെള്ളം എവിടെയും കളയാം, കിച്ചൺ സിങ്കിൽ എവിടെയും ഒഴിച്ച് കളയാം. അപ്പോൾ ആ ഉപ്പ് ഉണങ്ങുമ്പോഴും ഈ സ്നേഹം കൂടി വരും. അതൊക്കെ ഒരു ടെക്നിക്ക്. പേപ്പർ എന്ത് ചെയ്യും? പേപ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിലും. അപ്പോൾ അത് ഉപ്പുണ്ടല്ലോ അതിനകത്ത്, ഉപ്പ് ഉണങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് സ്നേഹം കൂടി വരും. സ്നേഹം ആയി കഴിയുമ്പോൾ അതിന് കത്തിച്ച് കളയോ എവിടെയും കളയോ ചെയ്യാം. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്.
പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ സ്നേഹത്തിന് മാത്രമേ ഈ പറയുന്ന ഉപ്പുവെള്ളത്തിനകത്ത് പേപ്പർ എഴുതിയിടാവൂ? അവിടെ വേറെ എന്ത് കാര്യം നടക്കാനും അട്രാക്ട് ചെയ്യാനും എല്ലാത്തിനും ചെയ്യാം. അപ്പം ജോലിക്ക് ശമ്പളം, ധനം, ഇതിനൊക്കെ ചെയ്യാം. നമുക്ക് ലോട്ടറി എടുക്കുന്നവരൊക്കെ ചെയ്യേണ്ടത്. ലോട്ടറിയെ പറ്റി ഞാൻ എടുക്കാറില്ല, എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ഇഷ്ടമല്ല ലോട്ടറി. എൻ്റെ ഹസ്ബൻഡൊക്കെ എടുക്കും, ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശ്വസിക്കുന്നതോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പിന്നെ നമ്മൾ അഫർമേഷൻ എഴുതാം നമുക്ക് ജോലി കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ജോലി കിട്ടണം, ജോലി കിട്ടി, അപ്പോൾ തടസ്സങ്ങളെ പലതും ഉണ്ടാവാമല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കും, എനിക്ക് ഇന്ന ജോലി ലഭിച്ചിരിക്കുന്നു, ഇത്ര രൂപ സമ്പത്ത് ലഭിക്കുന്നു, നന്ദി. അത് ആ എഴുതണം, നന്ദി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത്തോടെ എഴുതണം. ലാസ്റ്റ് താങ്ക് യു യൂണിവേഴ്സിന് എഴുതുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി എന്ന് എഴുതുക. അത് എഴുതാൻ നല്ലതാണ്. ഈ വെള്ളത്തിൽ വാട്ടർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണ്. പിന്നെ വേറെ ടെക്നിക്കുണ്ട് വാട്ടറിന്. വേട്ടറിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട് വാട്ടറിന്, വെള്ളത്തിന്. 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, 1 ഗ്ലാസ്സിൽ എഴുതിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എഴുതുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടാം, നമ്മുടെ കുടുംബത്തിന് എഴുതാം, സാമ്പത്തികത്തിന്, എന്തിനു വേണ്ടി എഴുതാം. എന്താണോ എഴുതുന്നത് കൃത്യമായിരിക്കണം. എഴുതി പച്ച കൊണ്ട് എഴുതിയിട്ട് അതിൽ പശ വെച്ചിട്ട് ഗ്ലാസ് പൊട്ടിച്ച് വയ്ക്കുക. പുറത്തൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ കാണില്ലല്ലോ, പുറത്തൊട്ടിച്ച് വയ്ക്കുമ്പോൾ അകത്ത് നോക്കിയല്ലേ കാണുള്ളൂ. നല്ല നമുക്ക് ഇപ്പോൾ എന്താണോ വേണ്ടത്, ആഗ്രഹമുള്ളത്, അതും എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത ഇപ്പോൾ നമുക്ക് പറഞ്ഞ വെള്ളത്തിൽ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക, ആ വെള്ളത്തിൽ ഇപ്പോഴത്തെ ഗ്ലാസ് ഒഴിക്കുക. എന്നിട്ട് മോഹിനി മന്ത്രം ജപിച്ചിട്ട് വെള്ളം കുടിക്കുക. 21 ടൈംസ് ജപിച്ചിട്ട് കുടിക്കുക. എന്താണോ ആവശ്യം അത് കുടിക്കുക. ഇപ്പോൾ ധനമാണെങ്കിൽ മോഹിനി സ്തംഭമോഹിനി സർവ്വധനം മമോശ ആകർഷ സ്വാഹ. ഭർത്താവാണി അത്, ജോലി സ്ഥലത്താണെങ്കിൽ അത്, എന്താണോ നമ്മൾ ആവശ്യം അത് എഴുതിയിട്ട് 21 പ്രാവശ്യം ജപിച്ച് ആ വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ വ്യത്യാസം വന്നിരിക്കും. വാട്ടർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതാണ്, വശ്യം വരും. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് രണ്ടുപേരും പറയണ പരസ്പരം കേൾക്കാൻ തയ്യാറാവുക. സമയമില്ലേ അപ്പോൾ? ശരിയാ. അപ്പോൾ എല്ലാവർക്കും തിരക്കാണ്. രാവിലെ എഴുന്നേറ്റ് തിരക്ക്, ഓട്ടായി ചാട്ടായി പോയി, വൈകുന്നേരം വന്നാലും തിരക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ ജീവിതത്തിൽ ജയിച്ചതാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായം കേട്ടോ. പുള്ളി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. ഈ അന്ധമായ വിശ്വാസമൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യും എല്ലാത്തിനും. അപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ പോകുള്ളൂ, ഗുരുവായൂർ പോകും, അങ്ങനെയൊക്കെ ചില അമ്പലങ്ങളിൽ പോകും, എല്ലായിടത്തൊന്നും പോകുന്നില്ല. അതെന്തും ആവട്ടെ, അത് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. പക്ഷേ നമ്മൾ എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം സപ്പോർട്ട് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം കാര്യങ്ങൾക്ക്. ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോവാണ്, എല്ലാം അമ്മ തന്നെ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? അപ്പം എൻ്റെ മക്കളൊക്കെ പോകുമ്പോൾ അദ്ദേഹം തന്നെ റെഡിയാക്കി വിടാറുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുക, ബുക്സൊക്കെ നോക്കുക, അതൊക്കെ പലതും ചെയ്യാം. രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ കലഹം ഉണ്ടാവില്ല, ധനം ഉണ്ടാവും. കലഹമുള്ള വീട്ടിൽ ധനം ഉണ്ടാവില്ല. പാണ്ഡവരെ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ ഇഷ്ടംപോലെ സ്വത്തില്ലേ, എന്നോട് സഹായിച്ചില്ല. ഒരു കുടിലോട് ഒരു സൂചി കുത്താൻ സ്ഥലം കിട്ടിയില്ല, അവർ കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? ഭഗവാൻ ഇഷ്ടംപോലെ ഇല്ലേ. എന്താ കാരണം? ഈ ചൂത് കളിച്ചാൽ തൊട്ടത്. ചൂതുകളി നല്ലതല്ല. ചൂതുകളി, പകലുറക്കം, സ്ത്രീകളുടെ പകലുറക്കം, ചൂതുകളിയൊന്നും നശിപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. അതാണ് കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കലഹം ഉണ്ടാവും. പിന്നെ ഈ ചെരുപ്പിനൊരു പ്രധാനമുണ്ട് കലഹത്തിന്. ഈ ചെരുപ്പുകൾ എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി ഇടരുത്, നീറ്റായിട്ട് ഒതുക്കി വയ്ക്കണം. അതിന് ഷെൽഫൊക്കെ ഉണ്ടാവും, അതിൽ വയ്ക്കുക. നേരമില്ലല്ലോ, വലിച്ചു വാരി ഇടല്ലേ. അപ്പോൾ അതൊക്കെ ഒതുക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ ചവിട്ടി ഉണ്ടല്ലോ, ചവിട്ടിക്കും ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ചവിട്ടികളൊന്നും മുൻവശം ഇടരുത്. മുൻവശം മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇടാം. പ്ലാസ്റ്റിക് ചവിട്ടികൾ ഇട്ടാൽ അതിന് നെഗറ്റീവ് എനർജിയാണത്. അപ്പോൾ എപ്പോഴും ഈ പണ്ടൊക്കെ കയറിൻ്റെ അല്ലേ, കയറിൻ്റെ ഡിസൈനിൽ അതിൽ ഈ അക്ഷരങ്ങളും ഇല്ലാത്ത ഇടണം. വെൽക്കം ഒന്നും എഴുതരുത്, വെറുതെ സാധാരണ ചവിട്ടി ഇടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഐശ്വര്യ. അത് ഓരോ ദർശനത്തിനും ഓരോ രീതിയുണ്ട്, ഓരോ ദർശനത്തിലേക്ക് ഓരോ രീതിയിലാണത്. ഇപ്പം ഡാർക്ക് കളറൊന്നും വേണമെന്നില്ല. നമ്മളിപ്പം ആഷ് കളർ വലിയ പ്രശ്നമൊന്നുമില്ല, ആഷ് കളർ ഇടാം. കറുപ്പിടരുത്, ആഷ് കളറ്, പിങ്ക്, അതൊക്കെ ബ്രൗണൊക്കെ ഇടാം, പിങ്ക് ഇടാം. അപ്പം അങ്ങനെ ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ഇടരുത്. അപ്പം അങ്ങനെയൊക്കെ ആ ചവിട്ടിക്കും പ്രാധാന്യമുണ്ട്, കലഹത്തിന് പ്രാധാന്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലം തുരിച്ച് പൊടിച്ച് ഒരു കിഴി കെട്ടി ചവിട്ടിയടിയിൽ വയ്ക്കുക. അപ്പോൾ ഈ കലഹങ്ങൾ കുറയും. ഈ നെഗറ്റീവ് വരുമ്പോഴാണോ കലഹം വരുന്നത്. ഓ അവർ പോകണുണ്ടോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും, പറയാൻ പറ്റില്ല നമുക്കൊന്നും. അപ്പോൾ ഇതൊക്കെ ചെയ്ത കലഹം കുറയും. പിന്നെ ഒരു കാര്യം പറയുന്നു, ആളെണ്ണം മുളക് എടുക്കുക, കൊല്ലമുളക്, കടുക്, കല്ലുപ്പ്, ഒരു ചുവന്ന തുണിയെ കിഴി കെട്ടി മുൻവശത്ത് തൂക്കിയിടാം. കലഹം പോവും. കലഹങ്ങളൊക്കെ ആഴ്ചയിലും അത് കലഹം പോവും. പിന്നെ ആഴ്ചയിൽ വെച്ച് മാറ്റാൻ പറ്റാത്തവരാണ് നമ്മൾ കറുത്ത തുണിയിൽ 2 പിടി കല്ലുപ്പും ഒരു ചെറുനാരങ്ങയും ഒരു കോയിനും കൂടി വെച്ച് കിഴി കെട്ടിയിട്ട് എല്ലാവരെയും ഒഴിഞ്ഞ് തെക്ക് കിഴക്ക് മൂലം ചെടിച്ചട്ടിയിൽ വയ്ക്കുക. 1 മാസം കഴിഞ്ഞ് മാറ്റിയാൽ മതി. അപ്പോൾ കത്തിക്കേണ്ട ആവശ്യമില്ല. കത്തിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി വരും. പിന്നെ കിടക്കണ മുറിയിൽ 2 കിളികളുടെ ഇങ്ങനെ തത്തമ്മയുടെ പടം വയ്ക്കുക, അതൊക്കെ നല്ലതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഒരുപാട് വാല്യുബിൾ ടിപ്സുകൾ എല്ലാവരുടെ ജീവിതത്തിലും ഉപയോഗപ്രദമാകട്ടെ. ഈ പറയുന്ന
കലഹങ്ങളില്ലെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും സാമ്പത്തിക സോഴ്സ് വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് അമ്മ പറഞ്ഞ പോലെ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും ആവശ്യം. അത് അറിഞ്ഞും മനസ്സിലാക്കിയും മുന്നോട്ട് പോവുക. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.